empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. സ്ത്രീകളെ ക്രിസ്തുവിൽ ശക്തിപ്പെടുത്തുവാനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിഷില്ല എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അവിടെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധ ബൈബിളിലെ എല്ലാം നമുക്ക് ഒരു പാഠമാകാനായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇപ്രകാരം നമുക്ക് പാഠമാകാനായി എഴുതപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ബൈബിളിൽ ഉള്ള സ്ത്രീകളുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയിലായിരുന്നു നമ്മൾ. ഏറ്റവും ഒടുവിൽ നാം എത്തി നിൽക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ശിഫ്രയിലും പൂവയിലുമാണ്. അവരിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തകനായ ദാവീദ് 145-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ദാവീദ് രാജാവ് തൻ്റെ അനുഭവം നാമുമായി പങ്കുവയ്ക്കുകയാണ്. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് അവർക്ക് സമീപസ്ഥനാണ് എന്ന്. ഇത് തന്നെയല്ലേ ശിഫ്രയുടെയും പൂവയുടെയും ജീവിതത്തിൽ നമ്മൾ പഠിച്ചത്? അവർ കർത്താവിനോട് ചേർന്ന് നിന്ന് ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിച്ച് ദൈവഭയത്തോടെ തങ്ങളുടെ വിശ്വാസ നിലപാടുകളിൽ ഉറച്ചു നിന്നപ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫറവോയുടെ മുൻപിൽ നിന്ന് പോലും കർത്താവ് അവരെ രക്ഷിക്കുകയാണ്. വലിയ പ്രതിഫലങ്ങൾ നൽകി കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് അവരോടൊപ്പം അവർക്ക് സമീപസ്ഥനായി നിൽക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ എന്തുമാകട്ടെ, നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ സമീപത്തേക്ക് ഓടിയെത്തുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. സർവശക്തനായ, സർവ അധികാരിയായ, സർവാധിപനായ, എല്ലാത്തിനെയും സൃഷ്ടിച്ച് കാത്ത് പരിപാലിക്കുന്നവനായ ആ കർത്താവ് നമ്മളോടൊപ്പമുള്ളപ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കേണ്ടവരാണോ? ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ ഹൃദയ പരമാർത്ഥതയോടെ നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ ആ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ആത്മാർത്ഥമായി അങ്ങേ വിളിക്കുകയാണ്. കർത്താവേ, അങ്ങേ പോലെ ആരാണുള്ളത്? കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം. മാത്രം പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവവും. ഹല്ലേലൂയ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു.
കർത്താവെ ഞങ്ങൾ ഏക മനസ്സോടെ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയോടൊപ്പം എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും ഈശോയുടെ ഹിതത്തിൽ മാത്രം നിൽക്കുവാനുള്ളൊരു കൃപ ലഭിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും ഈശോയ്ക്ക് സന്തോഷം നൽകുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്നു മുതൽ പുതിയ നിയമത്തിൽ നിന്നും മറ്റൊരു വലിയ മിഷണറിയായ ഒരു സ്ത്രീയെക്കുറിച്ച് പഠിക്കാനായി പോവുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ ഒരു മാതൃകാ മിഷണറിയെ കണ്ടുമുട്ടുന്നത്. ലിദിയ എന്നായിരുന്നു ആ ഒരു മിഷണറിയുടെ പേര്. നമ്മൾ നമ്മുടെ ഈ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് നമ്മുടെ ശുശ്രൂഷയുടെ പേരിന് കാരണക്കാരിയായ പ്രിസ്കില്ലയെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. പ്രിസ്കില്ലയും ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു സഹോദരി തന്നെയായിരുന്നു. പ്രിസ്കില്ലയെ പോലെ എന്നാൽ വ്യത്യസ്തമായ ഒരു വിളിയായിരുന്നു ലിദിയയ്ക്കും ഉണ്ടായിരുന്നത്. പ്രിസ്കില്ല തൻ്റെ ഭർത്താവായ അക്വിലയോടൊപ്പം പൗലോസ്ലീഹായുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ, മിഷൻ യാത്രകളിലൊക്കെ പൗലോസ്ലീഹായോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മിഷണറിയായിരുന്നു. പല ദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് അവിടെയൊക്കെ തങ്ങളായിരിക്കുന്ന തങ്ങളുടെ ഭവനം അന്നത്തെ സഭാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്ത ഒരു മിഷണറി ആയിരുന്നു പ്രിസ്കില്ല. ഇന്നു മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിദിയയെ കുറിച്ചാണ്. ലിദിയയുടെ ജീവിതം എന്തായിരുന്നു? ലിദിയ എങ്ങനെയാണ് മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചത്? ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ലിദിയയുടെ റോൾ എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ കാണുവാനായി പോവുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം അവിടെ 14-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്താണ് ലിദിയ ആരായിരുന്നു എന്നതിന് വ്യക്തമായൊരു മറുപടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. തിരുവചനം പറയുകയാണ്, ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ. ഞങ്ങളുടെ വാക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ രചിച്ചത് ലൂക്കാസ്ലീഹായാണ്. ലൂക്കാസ്ലീഹ പൗലോസ്ലീഹായോടൊപ്പം ഈ ഒരു മിഷൻ യാത്രയിൽ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു യാത്രയിൽ അവർ ഫിലിപ്പിയിൽ എത്തിയപ്പോൾ അവിടെ പൗലോസ്ലീഹ വചനം പങ്കുവയ്ക്കുകയാണ്. തുടർന്ന് ലൂക്കാസ്ലീഹ പറയുകയാണ്, ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്നു വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലീദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. ഇവിടെ ലീദിയയെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. 2 സവിശേഷതകളാണ് ഇവിടെ ലിദിയയെ കുറിച്ച് പറയുന്നത്. ഒന്നാമത് പറയുന്നു അവൾ പട്ടുവിൽപ്പനക്കാരി ആയിരുന്നു എന്ന്. രണ്ടാമത് പറയുകയാണ് അവൾ ദൈവഭക്തയായിരുന്നു എന്ന്. ഇതിനു മുൻപ് നമ്മൾ പഠിച്ച ഷിഫ്രയെയും പൂവയെയും കുറിച്ച് പരിശുദ്ധ വചനം എഴുതിയിരുന്നു, അവർ ദൈവഭയമുള്ളവരായിരുന്നു എന്ന്. ഇവിടെ ലിദിയയെ കുറിച്ച് പറയുകയാണ് അവൾ ദൈവഭക്തയായിരുന്നു എന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് ലോകത്തിലുള്ളവരല്ല, നമ്മുടെ വീട്ടിലുള്ളവരല്ല, പരിശുദ്ധാത്മാവിന് എന്താണ് പറയാൻ സാധിക്കുക? ദൈവഭയമുള്ളവളാണ് ഞാനെന്ന് പറയാൻ പറ്റുമോ? ദൈവഭക്തയാണ് ഞാനെന്ന് പറയാൻ പറ്റുമോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവളാണ് ഞാനെന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവളാണ് ഞാനെന്ന് പരിശുദ്ധാത്മാവിന് പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയെങ്കിൽ മാത്രമേ
നമ്മളുടെ വിശ്വാസ ഓട്ടത്തിന്റെ ട്രാക്ക് ശരിക്കാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിലുള്ളവരുടെ കയ്യടികളും അവർ പറയുന്ന നല്ല വാക്കുകളും ഒന്നും കർത്താവിൻ്റെ മുൻപിൽ അതെപ്പോഴും സ്വീകാര്യമായിരിക്കണമെന്നില്ല. മനുഷ്യർ കാണുന്നത് പോലെ അല്ല കർത്താവ് കാണുന്നേ. കർത്താവ് ഇവിടെ ലിദിയായെക്കുറിച്ച് പറയുകയാണ്, അവൾ ദൈവഭക്തയായിരുന്നു. ഒപ്പം അവളുടെ ജോലി എന്തായിരുന്നു എന്നും എടുത്തു പറയുന്നുണ്ട്. അവൾ പട്ടുവിൽപ്പനക്കാരിയായിരുന്നു. ഇംഗ്ലീഷ് വേർഷനിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് എ സെല്ലർ ഓഫ് പർപ്പിൾ ക്ലോത്ത്സ് എന്നാണ്. പർപ്പിൾ കളറിലുള്ള പട്ടിന്റെ വിൽപ്പനക്കാരിയായിരുന്നു ലിദിയ. എന്താണ് ആ ഒരു പ്രത്യേക കളർ എടുത്തു പറയാൻ കാരണം? അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട്. അന്നത്തെ ആ ഒരു സമൂഹത്തിൽ പർപ്പിൾ കളറുള്ള പട്ട് ധരിക്കുന്നത് റോയൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ വില താങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. അത്രയും ശ്രേഷ്ഠമായി കരുതപ്പെട്ടിരുന്ന ഒരു പട്ടാണ് പർപ്പിൾ ക്ലോത്ത്സ്. അതിൻ്റെ വിൽപ്പനക്കാരിയായിരുന്നു ലിദിയ. അതിൽ നിന്ന് തന്നെ ലിദിയായുടെ അന്നത്തെ സമൂഹത്തിലെ സ്ഥാനം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമൂഹത്തിലെ ഹയർ ലെവലിലുള്ള ആൾക്കാരുമായിട്ടാണ് അവൾ ഇടപഴകുന്നത്. അപ്പോൾ തന്നെ ആ സൊസൈറ്റിയിൽ അവളുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അത്ര നിസ്സാരക്കാരി ഒന്നും ആയിരുന്നില്ല ലിദിയ. ഒരു സക്സസ്ഫുൾ ബിസിനസ് വുമൺ ആയിരുന്നു ലിദിയ. നല്ല വിജയിയായി തൻ്റെ വ്യാപാരം ദേശങ്ങളോളം എത്തിക്കുന്നവളായിരുന്നു ലിദിയ. നമ്മൾ വായിച്ചു കേട്ടു, ലിദിയായുടെ സ്വന്തം ദേശം തിയത്തീറ എന്ന പട്ടണമായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ നമ്മൾ ലിദിയായെ കാണുന്നത് ഫിലിപ്പി എന്ന പട്ടണത്തിൽ വെച്ചാണ്. എന്താണ് ഫിലിപ്പി പട്ടണത്തിന്റെ പ്രത്യേകത? അതും അവിടെ തിരുവചനം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം അവിടെ 12-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും പോയി. അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും പോയി. അത് മക്കെദോനിയായുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമായുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു. ഫിലിപ്പിയെ കുറിച്ച് പറയുകയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. മാത്രമല്ല അന്നത്തെ ഭരണ അധികാരിയായിരുന്ന, ആ ഭരണം നിയന്ത്രിച്ചിരുന്ന റോമിൻ്റെ ഡയറക്റ്റ് അണ്ടറിൽ വരുന്ന ഒരു സിറ്റി ആയിരുന്നു ഫിലിപ്പി. അപ്പോൾ വളരെ സുപ്രധാനമായ, ഒപ്പം വളരെ വ്യാപാരങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സിറ്റി ആയിരുന്നു ഫിലിപ്പി. തിയത്തീറായിൽ നിന്നും ലിദിയ ഫിലിപ്പിയിലേക്ക് വന്നിരിക്കുകയാണ്. തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി, പട്ടുവിൽപ്പനയ്ക്കായി ലിദിയ ഫിലിപ്പിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുമ്പോഴാണ് ലിദിയ പൗലോസ്ലീഹായെ കണ്ടുമുട്ടുന്നത്. അതും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ദൈവഭക്തയായ ലിദിയ തൻ്റെ ബിസിനസ് കാര്യങ്ങൾക്ക് ഒക്കെ ഇടയിൽ ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് അവൾ പ്രാർത്ഥിക്കാനായി ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. അവിടേക്ക് കടന്നു വരുന്ന പൗലോസ്ലീഹായിൽ നിന്നാണ് ലിദിയ ഈ വചനമൊക്കെ കേൾക്കുന്നത്. ഈ വചനം കേട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? 16-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ്ലീഹ വചനം പങ്കുവച്ചപ്പോൾ ആ വചനം അവൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. ആ വചനം സ്വീകരിക്കുവാനായി കർത്താവ്, പരിശുദ്ധാത്മാവ് അവളുടെ ഹൃദയം തുറക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു സ്പോട്ടിൽ വെച്ച് അവൾ മൊത്തത്തിൽ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവളുടെ ജീവിതം കർത്താവിനായി അവൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം വചനങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ പ്രബോധനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പരിശുദ്ധ വചനം എത്രമാത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നിട്ടും അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളത് കൃത്യമായി ചിന്തിക്കണം പ്രിയ സഹോദരങ്ങളെ. പരിശുദ്ധ വചനം സ്വീകരിച്ച്, നമുക്ക് വിധക്കാരൻ്റെ ഉപമയൊക്കെ അറിയാമല്ലോ, അതിനനുസരിച്ച് ഫലം നൽകുന്നവരാണോ നാം ഓരോരുത്തരും? ഇവിടെ ലിദിയ പൗലോസ്ലീഹായിൽ നിന്ന് വചനം കേട്ട ആ നിമിഷം തന്നെ തിരുവചനത്തിൻ്റെ മുൻപിൽ അവളുടെ ജീവിതം അടിയറവ് പറയുകയാണ്. തുടർന്ന് അവൾ ഒരു മിഷണറി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. വചനം കേൾക്കുമ്പോൾ തന്നെ അവർ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച്
അവരുടെ ജീവിതം പുതിയൊരു രീതിയിലേക്ക് മാറുന്നത് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. നമുക്കറിയാം, പൗലോസ്ലീഹ തന്നെയാണെങ്കിൽ പോലും ആദ്യകാലത്ത് സാവൂൾ എന്ന പേരിൽ ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കർത്താവുമായി ആ ഒരു എൻകൗണ്ടർ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? തുടർന്ന് എന്താണ് വരാൻ പോവുക, എൻ്റെ ജീവിതം എന്തായിരിക്കും, ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും എന്നൊന്നും ചിന്തിക്കുന്നില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്, അധികം താമസിയാതെ കർത്താവിനെ കണ്ടുമുട്ടി അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. താൻ ഇതിനു മുൻപ് എന്താണോ ചെയ്തിരുന്നേ അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ്, ആ ഒരു ബോധ്യമാണ് പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത്. പക്ഷേ അവിടെ ഒട്ടും ഒരു സംശയത്തിന്റെ ഭാവം നമ്മൾ കാണുന്നില്ല, ഒരു പേടിയുടെ ഭാവം നമ്മൾ കാണുന്നില്ല, യാതൊരു കൺഫ്യൂഷനുമില്ല. കിട്ടിയ ബോധ്യത്തിനു വേണ്ടി പിന്നീട് ആ ജീവിതം അങ്ങോട്ട് സമർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യേശുവാണ് കർത്താവെന്ന് സിനഗോഗുകളിലാ പോയി പ്രസംഗിക്കുന്നത്. അതായത് യഹൂദർ ഒരുമിച്ച് കൂടി വരുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ സധൈര്യം കർത്താവിനെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ലിദിയായുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം ലിദിയായുടെ ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ കാണുന്നത്. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം, അവിടെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്, പഴയതിനെ നവീകരിച്ചുണ്ടാക്കിയ ഒരു പുതിയ സൃഷ്ടിയല്ല, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്, പുതിയ സൃഷ്ടിയാണ്. അതാണ് പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. സാവൂൾ പരിപൂർണമായും ഇല്ലാതായി, പൗലോസ് ഉണ്ടാവുകയാണ്, പൗലോസ് സൃഷ്ടിക്കപ്പെടുകയാണ്. മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിലും നമ്മൾ ഇത് തന്നെയാണ് കണ്ടത്. കർത്താവുമായുള്ള ആ ഒരു എൻകൗണ്ടർ കഴിഞ്ഞപ്പോൾ പഴയതിൻ്റെ ഒരു നിഴൽ പോലും മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പരിപൂർണമായും രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിത്വം. സമറിയക്കാരി സ്ത്രീയെ നമുക്കറിയാം, കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിൽ നിന്നും ആ ഒരു രക്ഷ സ്വീകരിക്കുന്നത് വരെയുള്ള ഒരു സമറിയക്കാരി ആയിരുന്നില്ല അതിനുശേഷം. അതിനു മുൻപ് എല്ലാവരിൽ നിന്നും ഒളിച്ച് ഒറ്റപ്പെട്ട് അവൾ ആ കിണറ്റിൻ കരയിലേക്ക് വന്നവളാണ്. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം അവൾ ഓടുകയാണ് തൻ്റെ ഗ്രാമത്തിലേക്ക്, ആൾക്കാരുടെ മുൻപിലേക്ക്. കർത്താവിനെ ഏറ്റുപറയുന്നവളായി അവൾ രൂപാന്തരപ്പെടുകയാണ്. ഇത് തന്നെയാണ് പരിശുദ്ധ വചനം നാം ഓരോരുത്തരോടും ഇന്ന് നൽകുന്ന ഒരു ആഹ്വാനം. കർത്താവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം. ഒരു പുതിയ സൃഷ്ടിയാണ് ഞാൻ എന്ന് മറ്റുള്ളവർ ഏറ്റുപറയണം. അതുമാതിരി എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. പഴയത് പരിപൂർണമായും ഇല്ലാതെയാകണം. എൻ്റെ പ്രിയ സഹോദരിമാരെ, അനുദിനം ദൈവവചനം കേൾക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും, തിരുവചനം വായിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും, അനേകം പ്രബോധനങ്ങൾ കേൾക്കുന്നവരാണ്. ഇപ്പോഴും ആ പഴയ പോലെ തന്നെയാണോ എൻ്റെ ജീവിതം പോകുന്നത്? അതെയോ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? പഴയ ജീവിതത്തിലെ കർത്താവിന് പ്രാധാന്യം കൊടുക്കാത്ത, ലോകത്തിന് വില കൽപ്പിക്കുന്ന ആ ഒരു ജീവിതം മാറി ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതിന് നമുക്ക് സാധിക്കണം എന്നാണ് ഇന്ന് ലിദിയായിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ലിദിയ അതാണ് നമുക്ക് കാണിച്ചു തന്നെ. തൻ്റെ ജീവിതം പിന്നീട് പരിപൂർണമായും കർത്താവിന് വേണ്ടി അവൾ സമർപ്പിക്കുകയായിരുന്നു. പുതിയ സൃഷ്ടിയായ ലിദിയായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതലായി പഠിക്കാം. എന്താണ് അവൾ കർത്താവിന് വേണ്ടി ചെയ്തത്? എന്തായിരുന്നു ആ പുതിയ സൃഷ്ടിയിലെ പ്രത്യേകതകൾ? ഇതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞ ഈ ഒരു ആഹ്വാനം, പുതിയ സൃഷ്ടിയായി മാറുവാൻ, കർത്താവിനെ സ്വന്തമാക്കിയ പുതിയ സൃഷ്ടിയാണ് ഞാൻ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കത്തക്ക വിധത്തിൽ ആ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ എന്നിൽ സംഭവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി പ്രാർത്ഥിക്കാം. ഒപ്പം
ഇന്ന് നമുക്ക് നൽകിയ ഒരു ആഹ്വാനത്തിനായി നമുക്കൊന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറയാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഐക്യത്തോടെ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കരുതുന്നവൻ ഈശോയേ, നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. നിന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല. ഈശോ, നിന്റെ പരിപാലകൻ ഉറങ്ങുകില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, ഈശോയേ. മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. കൈവിടുകില്ല, വാക്കുമാറുകയില്ല. കർത്താവേ, ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. ഞങ്ങൾ അനുനിമിഷം നയിക്കുന്ന കർത്താവേ, നന്ദി. ഉച്ചവരുടയവർ കൈവിട്ടാലും ഈശോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകില്ല. നന്ദി ഈശോയേ. വെച്ചതള്ള നിന്നെ മറന്നിടിലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ, ഈശോയേ. മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ഹല്ലേലൂയ. പരിപാലകൻ ഞങ്ങളെ നയിക്കുന്ന കർത്താവേ, ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഞങ്ങളെ കൈവിടാത്ത, വാക്കുമാറാത്ത, ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ നോക്കിയിരിക്കുന്ന ഞങ്ങളുടെ സർവശക്തനായ കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ലിദിയായുടെ ജീവിതത്തിലൂടെ തന്നെ അവൾ എങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായപ്പോൾ കർത്താവിന് വേണ്ടി അവൾ എങ്ങനെ നിന്നു എന്ന് നമുക്ക് പഠിക്കാം. കൂടുതൽ പേരോട് നിങ്ങൾ പറയുക ഈ ശുശ്രൂഷയെക്കുറിച്ച്. നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിലായിരിക്കാം. ഒപ്പം ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി കർത്താവിനോടൊപ്പം നമ്മുടെ വിശ്വാസ യാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.